സാന്ത്വനം 2-ൽ ഈ ആഴ്ച കൃഷ്ണമംഗലത്തെ വില്ലന്മാരും ബാലനും തമ്മിലുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൽ പറയും, എൻ്റെ മകളെ എനിക്ക് നന്നായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം, അതിന് നിങ്ങളുടെ മകൻ ശല്യം ചെയ്യരുത്, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അലോകിനായിട്ടുള്ള സീനാണ് കൃഷ്ണമംഗലത്തെ. അപ്പോൾ എങ്ങനെയും കല്യാണം മുടക്കിയിട്ട് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും അവരുടെ മുൻപിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ബാലൻ്റെ വീട്ടിൽ ധർമ്മനും ധർമ്മൻ്റെ ഭാര്യയും തമ്മിലൊരു വാക്ക് ഉണ്ടാവുകയാണ്. അത് ധർമ്മൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ബാലേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? അപ്പോൾ ധർമ്മം പറയുകയാണ്, എൻ്റെ അളിയൻ്റെ മക്കൾക്ക് ഒരു കരുതി വെക്കുന്നത് പോലെ എനിക്കും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. അതേപോലെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആങ്ങളമാരും അനുവും തമ്മിൽ ആ പഴയ ബന്ധം ആയിട്ടില്ല. കാരണം അവർക്ക് ഇപ്പോൾ അലോകിൻ്റെ വിഷയവും ദേവിയുടെ വിഷയമൊക്കെ അവരെ അസ്വരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനു വന്ന് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ രണ്ട് കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾ ഞാനും അലോകും കൂടി സ്നേഹിച്ച് വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ തീരുമെങ്കിൽ തീർന്നോട്ടെ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ആനന്ദും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ആനന്ദ് പറയാണ്, അനുവിൻ്റെ കല്യാണം എപ്പോഴാണോ കഴിയുന്നത് ആ നിമിഷം തന്നെ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അവൻ്റെ സ്വഭാവത്തിൽ മാത്രം യാതൊരു മാറ്റവും വന്നിട്ടില്ല. എല്ലാവരും ദേവീനെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണത്. പക്ഷേ ആനന്ദിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും കാണുന്നില്ല. അപ്പോൾ ആനന്ദിനോട് ദേവി ചോദിക്കുകയാണ്, എന്താണ് ആനന്ദേട്ടൻ എന്താണ് ഈ പറയുന്നത് എന്ന് ദേവി വളരെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്. കൂടുതൽ കഥകൾക്കും വിവരങ്ങൾക്കുമായിട്ട് ഈ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.